അമേരിക്കക്ക് ഇനിയും ഇറാനുമായി ഒരു യുദ്ധം നടത്താനുള്ള ശേഷിയുണ്ടോ? ആദ്യത്തെ ഇപ്പോൾ നടന്ന യുദ്ധത്തിന്റെ കണക്കുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് അതിഗൗരവമായ ചെലവാണ്, അതിഭീമമായ ചെലവാണ് അമേരിക്കക്ക് ഉണ്ടായിരിക്കുന്നത് എന്നാണ്. 29 ബില്യൺ ഡോളറായിരുന്നു ഈ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ഈ യുദ്ധത്തിന് വന്ന ചെലവുകളായി അമേരിക്ക പറഞ്ഞിരുന്നത്. ഈ യുദ്ധത്തിന്റെ തുടക്കത്തിൽ 29 ബില്യൺ ഡോളറാണ് ചെലവ് വന്നിരുന്നത് എന്നായിരുന്നു അമേരിക്ക പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ പറയുന്നത് പെന്റഗൺ സെഡ് ഇറാൻ വാർ കോസ്റ്റ് 29 ബില്യൺ, ബട്ട് ദി റിയൽ കോസ്റ്റ് ഈസ് ക്ലോസർ ടു 200 ബില്യൺ ഡോളറാണ്. 200 ബില്യൺ ഡോളർ എങ്കിലും അമേരിക്കയ്ക്ക് ചെലവ് വന്നിട്ടുണ്ട് എന്നാണ് ഫോർച്യൂൺ മാസിക ഇപ്പോൾ കണക്കുകൾ നിരത്തിക്കൊണ്ട് വ്യക്തമാക്കുന്നത്. ഇത് വിശദീകരിക്കുന്നത് ഏകദേശം ടോമഹാക്ക് മിസൈലുകളുടെ 45% അമേരിക്ക ഈ യുദ്ധത്തിൽ ഉപയോഗിച്ചു എന്നാണ്. ഈ ടോമഹാക്ക് മിസൈലുകൾക്ക് 1 മുതൽ 2 മില്യൺ ഡോളർ വരെയാണ് അതിന്റെ ചെലവ്. പക്ഷേ ഇത് ഏകദേശം 10 വർഷം മുമ്പെല്ലാം നിർമ്മിച്ചതാണെങ്കിൽ ഇനി ആ സ്ഥാനത്തേക്ക് ഒരു ടോമഹാക്ക് മിസൈൽ നിർമ്മിക്കണമെങ്കിൽ 6 മില്യൺ ഡോളർ എങ്കിലും ചെലവ് വരുമെന്നാണ്. അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ അമേരിക്ക ഇപ്പോൾ കണക്ക് കൂട്ടിയതിലേറെ എത്രയോ ഗുരുതരമായിരിക്കും. മാത്രമല്ല അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഗൈഡഡ് മിസൈലുകൾ, ഈ ഗൈഡഡ് മിസൈലുകളുടെ 45% ഈ യുദ്ധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രതിരോധ മിസൈലുകളായ താഡിൽ ഉപയോഗിക്കുന്ന മിസൈലുകൾ ഇതിന്റെ 50%, പാട്രിയറ്റ് മിസൈലുകളുടെ പകുതി, ഇതെല്ലാം ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതെല്ലാം മാറ്റി സ്ഥാപിക്കുമ്പോൾ വലിയ ചെലവായിരിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ 200 ബില്യൺ ഡോളർ എങ്കിലും ചെലവ് വരും. മാത്രമല്ല മിഡിൽ ഈസ്റ്റിൽ 230 കേന്ദ്രങ്ങൾ, അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ, അത് അമേരിക്കയുടെ സംവിധാനങ്ങൾ ഇറാൻ തകർത്തെറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം 3 വർഷം മുതൽ 5 വർഷം വരെയെങ്കിലും ഇത് പൂർണ്ണമായി അത് നന്നാക്കിയെടുക്കാൻ സമയമെടുക്കും. എന്നാൽ ഇതിനാവട്ടെ 200 മുതൽ 300 ബില്യൺ ഡോളർ വരെ ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ഇറാനുമായിട്ടുള്ള ഒരു യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ അമേരിക്കക്ക് കഴിയില്ല. അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ട്രംപ് പെട്ടെന്ന് യുദ്ധത്തിൽ നിന്ന് തലയൂരാൻ ശ്രമിച്ചത്. ഇനിയും യുദ്ധം തുടരുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധം വലിയ പ്രതിസന്ധി ഉണ്ടാകും. നമുക്കറിയാം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. ഈ മിസൈലുകൾ നിരന്തരമായി അയച്ചുകൊണ്ട് അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങളെ ഇല്ലാതാക്കുകയാണ് ഈ ഇറാനും അതുപോലെ തന്നെ ഇറാന്റെ പ്രോക്സികൾ ഹിസ്ബുള്ളയും അതുപോലെ യമനിലെ ഹൂത്തികൾ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ അമേരിക്കക്കും ഇസ്രയേലിനും വലിയ രൂപത്തിലുള്ള ചെലവുകളാണ്, യുദ്ധ ചെലവുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് അമേരിക്കയെ വലിയ രൂപത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ ആഴ്ത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഇറാനുമായിട്ടുള്ള ഒരു യുദ്ധം അപകടകരമാണ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രയേലിന്റെ മുൻ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഇറാനുമായി യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല, അത് ഇസ്രയേലിനെയും അമേരിക്കയും തകർക്കും. കാരണം വലിയ ഭീമമായ ചെലവുകൾ അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടി വരും. അതേസമയം ഇറാനുമായിട്ടുള്ള യുദ്ധം പെട്ടെന്ന് വലിയ രൂപത്തിലുള്ള അറ്റാക്ക് നടത്തി ആ യുദ്ധം അവസാനിപ്പിക്കുക എന്നതാണ് ബുദ്ധി. അതെല്ലാം നീട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ യുദ്ധം ഇസ്രയേലിനും അമേരിക്കക്കും തകർച്ചയായിരിക്കും, അത് പ്രതിസന്ധിയായിരിക്കും. അതുകൊണ്ട് ഈ യുദ്ധം എത്രയും പെട്ടെന്ന് ഫിനിഷ് ചെയ്യുക എന്നതാണ് ഇസ്രയേൽ ചെയ്യേണ്ടത് എന്നാണ് മുൻ പ്രധാനമന്ത്രി പറയുന്നത്. അതിന് ഏറ്റവും വലിയ അറ്റാക്ക് ഇറാനിൽ നടത്തണമെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഒരിക്കലും ഇറാന് മുന്നിൽ അടിയറ വെക്കുക എന്നത് ഇസ്രയേലിന് മുന്നിൽ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യമാണ്. എന്നാൽ വലിയ അറ്റാക്ക് നടത്തി ഇറാനെ തകർത്ത് ലിബിയ പോലെ തൂത്തെറിയണം എന്നതാണ് ഇസ്രയേലിന്റെ മുൻ പ്രധാനമന്ത്രി പറയുന്നത്.